നമ്മൾ ഈസി ആയിട്ടുള്ളൊരു പാസ്തയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം കേട്ടോ. ഇതാണ് നമ്മൾ ഇന്ന് പാസ്തയിലേക്ക് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ്, വെരി മിനിമൽ. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ പാസ്തയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കുക്കർ വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഹീറ്റായി വന്നിട്ട് നമുക്കതിലേക്ക് ഓണിയൻസ് ആഡ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ഓണിയൻ മാത്രമാണ് ആഡ് ചെയ്യുന്നത്. നമ്മുടെ സവോള അത് ലേശം മതി, ഒരു സവോള മതിയാവും. അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. അതിന് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുന്നുണ്ട്. ജിഞ്ചറും ഗാർലിക്കും പച്ചമുളകും ചതച്ചതാണ് കേട്ടോ. നെക്സ്റ്റ് ടൊമാറ്റോ, ഒരു വലിയ ടൊമാറ്റോ അത്യാവശ്യം വലുത് ഫുൾ എടുത്തിട്ടുണ്ട്. അത് ചെറുതായി ചോപ്പ് ചെയ്തിട്ടു. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന മസാല പൗഡേഴ്സ് പറയാം. മഞ്ഞൾ, മുളക് ആൻഡ് മല്ലിപ്പൊടി. അപ്പോൾ ഇത് 3 ടീസ്പൂൺ അളവിനാണ് ഞാൻ ഇടുന്നത്. മഞ്ഞൾ വളരെ ലേശം, ഒരു 2 സ്പൂൺ മുളക് പൊടി നമുക്കിടാം. ആൻഡ് അതിലേക്ക് ഒരു 2-2.5 സ്പൂണോളം മല്ലിപ്പൊടിയും നമുക്കിടാം. പിന്നെ ലേശം ഉപ്പ് കൂടി ആവശ്യത്തിന് എത്ര വേണോ അതും കൂടി നോക്കിയിട്ട് മസാല പൗഡേഴ്സ് ആഡ് ചെയ്യാം കേട്ടോ. ഇത് മാത്രമല്ല, ഇനി മസാലാസ് ഉണ്ട്, അപ്പോൾ ഇത് ലേശം ഇട്ടാൽ മതി. നെക്സ്റ്റ് നമ്മൾ ഇടുന്നത് കുറച്ച് ഗരം മസാലയാണ്. അപ്പോൾ ഗരം മസാല എനിക്കങ്ങനെ അളവറിയില്ല, ഒരു ലേശം, ലൈക്ക് ഒരു 1/2 to 1/4 ടീസ്പൂണോളം അതിടാം. നെക്സ്റ്റ് നമുക്ക് കുറച്ച് കറി ലീവ്സും മല്ലി, പുതിന ഇത് രണ്ടും കൂടി കട്ട് ചെയ്ത് വെച്ചതാണ്. ഫൈനലി ചോപ്പ് ചെയ്യാം കേട്ടോ. അതും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യാം. നെക്സ്റ്റ് ചിക്കനാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇത് ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണ്. അപ്പോൾ അത്യാവശ്യം കുറച്ചൊരു വലിയ പീസസ് ആയിട്ടാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ബിക്കോസ് നമ്മൾ വിസിൽ ചെയ്ത് അതിനെ ഈസി ആയിട്ട് നമുക്ക് ഉടച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് വേണ്ട കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് ലിഡ് ക്ലോസ് ചെയ്ത് നമുക്കൊന്ന് പ്രഷർ കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. ഒരു 3 to 4 വിസിൽസ് മതിയാവും. അത്ര ആകുമ്പോൾ തന്നെ നമുക്കതൊന്ന് മാറ്റിയെടുക്കാം. പാസ്ത അവിടെ കുക്കാവുന്നുണ്ട് സൈഡിൽ. ആ പാസ്തയും കൂടി ഡ്രെയിൻ ചെയ്തിട്ട് വേണം ഇനി നമുക്കിത് മിക്സ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ വിസിലൊക്കെ പോയി ഒരു ചെറിയ സൂപ്പ് പരുവമൊക്കെ ആയിട്ടുണ്ട്. സോ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് പാസ്ത സ്ട്രെയിൻ ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ. കുറച്ച് വെള്ളം പോലെ ഉണ്ടാവും, പക്ഷെ നമ്മൾ പാസ്ത ഇട്ട് കുക്ക് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആയിക്കോളും. നമ്മൾ പാസ്തയും കൂടി ആഡ് ചെയ്യുകയാണ്, സ്ട്രെയിൻ ചെയ്തത്. നല്ലോണം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പാസ്ത റെഡി ആയി കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ബൈ.